ഹായ് എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഒരു 10 ഡേയ്സ് കൂടുതലായിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. തിരക്കുകൊണ്ടാണ്. പുതിയ കമ്പനി മാറിയത് റീസെൻ്റായിട്ട്, ഐ തിങ്ക് 1 month ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ അവിടെ തിരക്കുണ്ട്. ഞാൻ അവിടെ ഒന്ന് ജെല്ലായി വരാൻ സമയമെടുക്കും. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാത്തത്. എനിക്ക് ഓരോരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് പെട്ടെന്ന് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം നിങ്ങളെല്ലാവരും റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കമൻറ്റ് സെക്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാ ഡൗട്ടും ക്ലിയർ ആക്കി തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നോക്കി വായിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഒരു ഒറ്റ കാര്യം പറയാനുണ്ട്. എനിക്ക് മെയിനായിട്ട് കമൻറ്റുകളിൽ ഒരെണ്ണം സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ ഫീൽഡ് അല്ലാതെ വേറെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അതിനുള്ള ആൻസർ എന്തായാലും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തേക്കാം. ഇപ്പോൾ കമൻറ്റ് സെക്ഷനിലുള്ള കാര്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് എനിക്കറിയാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരും. അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ വൺ മോർ തിങ്, കമ്പനി മെയിൽ ഐ ഡി ലിസ്റ്റ് ഒരുവിധം പേർക്കൊക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ആരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കമ്പനി മെയിൽ ഐ ഡി ലിസ്റ്റ്. അല്ലാതെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നോട്ട് ചെയ്യാൻ ഞാൻ വിട്ടുപോകും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇപ്പോൾ ഒക്കെ ഇടുന്ന വീഡിയോയിൽ, റീസെൻ്റ്ലി ഇട്ട വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഞാൻ വായിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാർട്ട് 2 പകുതി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പാർട്ട് 3, 4, 5 അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് റീസെൻ്റ്ലി ഇടുന്ന വീഡിയോൻ്റെ അടിയിൽ ഞാൻ കവർ ചെയ്യാത്ത ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലിട്ടാൽ മതി. കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് 2 നമ്മൾ കുറച്ചേ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അതിനെ പറ്റി പറയാം. ചേച്ചി, ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. എനിക്ക് പ്ലേസ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫുൾ ബ്ലാങ്കായി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു സൈബർ സെക്യൂരിറ്റി നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. ആൻഡ് എനിക്ക് അബ്രോഡ് പോയി സെറ്റിൽ ആവാൻ മോസ്റ്റ്ലി താല്പര്യമുണ്ട്. ദുബായിൽ എങ്ങനെ ജോബ് റെഡിയാക്കണം, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയുമോ? ഐ എം ഇൻ വേഴ്സ്റ്റ് സിറ്റുവേഷൻ ഇൻ മൈ ലൈഫ് എവർ. പ്ലീസ് റിപ്ലൈ. ഐ ഡോണ്ട് നോ. മിഡിൽ ക്ലാസ് ഫാമിലിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്ക് ഡ്രീം കാണരുതെന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്. പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ഡ്രീം വേണ്ടെന്ന് വെച്ചിട്ടില്ല. എനിക്ക് ദുബായിൽ വരണം. ദുബായിൽ വന്നിട്ട് ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ ജോബ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ എല്ലാവരും സ്റ്റക്കായിരിക്കും. അത് വിചാരിച്ചിട്ട് എല്ലാവരും സ്റ്റക്കായതിരിക്കാതെ എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെയൊന്നുമല്ല. ഒത്തിരി പേര് സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനും സ്റ്റക്കായിട്ടിരുന്ന് എന്ത് പഠിക്കും, എങ്ങനെ എടുക്കും, നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ജോലി കിട്ടും എന്തായിരുന്നല്ലോ നമ്മുടെ എല്ലാവരുടെയും ധാരണ. എൻ്റെ ധാരണ അങ്ങനെയായിരുന്നു. വീട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോബ് കിട്ടും. ആ ഒരു ഏജിൽ നമുക്കറിയില്ല നമുക്ക് എന്താ ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ChatGPT നോക്കുകയാണെങ്കിൽ നമുക്ക് CV എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ പറയും. CV ഉണ്ടാക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യാൻ ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഹെൽപ്പ് ഉണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാൻ ഈ കാര്യം മാത്രമാണ്. ലിങ്ക്ഡിനിൽ ഓപ്പണിങ്സ് നോക്കുമ്പോൾ ഏത് ലാംഗ്വേജിനാണ് ഓപ്പണിങ്സ് വരുന്നതെന്ന് വെച്ചാൽ ആ ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കില്ല. ലൈക്ക് കോളേജ് കഴിഞ്ഞ് വെറുതെ ഇരുന്നു എന്ന് ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആളുടെ അടുത്ത്, റിക്രൂട്ടറിൻ്റെ അടുത്ത് നമ്മൾ പറയുകയാണ് നമ്മൾ വീട്ടിൽ കഴിഞ്ഞിട്ട് നത്തിങ് ഐ ഡിഡ് എന്ന് പറയുന്നത് നല്ലത് എന്തെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക, സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. കോഡിങ്ങിന് ഒട്ടും സ്കില്ലില്ലാത്ത ആളായിരുന്നു ഞാൻ. പക്ഷേ നമുക്ക് ഡേ ബൈ ഡേ നമ്മളത് ഇമ്പ്രൂവ് ആയിട്ട് കൊണ്ടുവരും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് എന്താ പറയുക, ഒന്നും അറിയില്ല, അങ്ങനെ അത് നോർമൽ കാര്യമാണ്, നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ എക്സ്ട്രാജേറ്റ് ചെയ്ത് ഇരുന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ കേട്ടോ. നന്നായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇൻഫർമേഷൻസൊക്കെ. ഇപ്പോൾ ഞാൻ പറയാം, എനിക്ക് പൈത്തൺ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പൈത്തൺ എടുത്തോ, ചേച്ചി PHP എടുത്ത് എനിക്ക് പൈത്തൺ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അന്നേക്ക് പൈത്തൺ എനിക്കറിയില്ല, എന്ത് ചെയ്യുക, അവർ പറയുന്നു നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പൈത്തണിൻ്റെ ജോബ് കിട്ടിയില്ല. ആദ്യമേ കിട്ടിയത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കാണ്. മൈക്രോസോഫ്റ്റിൻ്റെ AL ബിസിനസ് സെൻ്ററിൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പൈത്തണൊക്കെ മറന്നോളൂ, ഇത് പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പാത്തിലൂടെ ലൈഫ്
ലൈഫ് പോകണം എന്നില്ല, പക്ഷെ പോകുന്നവരുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ലൈഫിൽ പോയിട്ടില്ല. പൈത്തൺ സ്വപ്നം കണ്ടൊന്നുമില്ല, IT വർക്ക് ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൈത്തണിലൂടെ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ മാറി. അപ്പോൾ ഈ കോളേജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ വിൽ സേ നിങ്ങളൊരു നല്ലൊരു ഇൻറ്റേൺഷിപ്പ് നല്ലൊരു സ്ഥലത്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പ് സ്കില്ലൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. സോ വേറെ സിറ്റുവേഷൻ എന്ന് പറയില്ലേ കൊച്ചെ, ഇപ്പോൾ ആ ഒരു ഏജിലത്തെ വേറെ സിറ്റുവേഷനൊന്നും അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണാതിരിക്കുന്നു. അതാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള വേറെ സിറ്റുവേഷൻ. മിഡിൽ ക്ലാസ് എന്ന ലേബൽ മാറണമെങ്കിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്യണം, നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം. അതൊക്കെ നമ്മൾ ചെയ്താൽ ഇതൊക്കെ അങ്ങ് മാറുന്നേ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി, ഓക്കെ, ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ട്. സൈബർ സെക്യൂരിറ്റി നല്ലതാണ്. ഇവിടെ മോസ്റ്റ്ലി സൈബർ സെക്യൂരിറ്റിയിൽ എനിക്കറിയാവുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, എൻ്റെ കസിൻ ചേട്ടൻ. അത് UAE ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് അബൌട്ട് 25,000 dirhams ഉണ്ടായിരുന്നു. 5 years എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള സമയത്തുള്ള സാലറിയാണ് പറഞ്ഞത്. അവർ നിൽക്കാനുള്ള 1 year നിൽക്കാൻ വേണ്ടിയിട്ട് 50,000 dirhams നമുക്ക് അലവൻസ് ആയിട്ട് കൊടുക്കും, ഈ സാലറി അല്ലാതെ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ദാറ്റ് ഈസ് ഗുഡ്. പക്ഷേ സൈബർ സെക്യൂരിറ്റിയിൽ കുറേ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 years ആകുമ്പോഴേക്കും നിങ്ങളെല്ലാവരും സെറ്റായിരിക്കും. ഓക്കെ ചേച്ചി, വീഡിയോ അടുത്ത ദിവസം കേട്ടോ. ചേച്ചി വീഡിയോ കുറച്ച് പെട്ടെന്ന് ചെയ്യാമോ? ബിക്കോസ് എനിക്ക് സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. ബട്ട് ഞാൻ BTech CS പഠിച്ചതാണ്, സൈബർ സെക്യൂരിറ്റി വേണ്ടിയുള്ള നോളജ് മെയിൻലി അതിൽ വരുന്നില്ല. സോ ഐ എം പ്ലാനിങ് ടു അക്വയർ ഫണ്ടമെൻ്റൽ നോളജ് ഓർ ബേസിക് ഫോർ ദാറ്റ് മൈ ഓൺ. സോ പ്ലീസ് ഡു വീഡിയോ ഞാൻ പറഞ്ഞില്ലേ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. വിത്തിൻ 5 years ആ ചേട്ടൻ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് 25,000 അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ, സൈബർ സെക്യൂരിറ്റി ലിമിറ്റഡ്, പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറാണോ കേട്ടോ. അത് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ജോബ്സ് ഇവിടെ ഉള്ളൂ എൻ്റെ അറിവിൽ. ഇനിയിപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു 5 years നമ്മൾ ലൈക്ക് ഇത്രയും ഗവൺമെൻറ് സെക്ടറിലൊക്കെ കയറിപ്പെടാന്ന് പറഞ്ഞതൊക്കെ വലിയ കാര്യമാണ്, ഞാൻ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൈബർ സെക്യൂരിറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഇത്രേ അറിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിബയാണ് ചോദിച്ചേക്കുന്നത്. ഹായ് ചേച്ചി, പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിച്ചാൽ അവിടെ ജോബിന് വേക്കൻസി ഉണ്ടാവും? നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഞാൻ പൈത്തൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ CV ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തതെന്ന്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് ലാസ്റ്റ് വീക്ക് അങ്ങോട്ട് പൈത്തൻ്റെ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മിക്സപ്പ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കരിയറിൽ ബെറ്റർ ആയിട്ട് നമുക്കൊരു നല്ലൊരു ഇത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. പൈത്തൺ നല്ലതാണ്, ഇപ്പോൾ എല്ലാവരും പൈത്തണാണ് യൂസ് ചെയ്യുന്നത്. ഞാനൊക്കെ വാലിഡേഷൻ ചെയ്യുന്നുണ്ട്, ഫോട്ടോ, ഇപ്പോൾ ഈ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ വാലിഡേഷൻ പൈത്തണിലാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് ക്രേസിയാണ്. എനിക്ക് ഒരു ടച്ച് ഉണ്ടായിരുന്നില്ല, പക്ഷേ ക്ലൗഡ് ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ലേൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ AI പറ്റിയിട്ട് പറയുന്നുണ്ട്, AI വന്നുകൊണ്ട് IT ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കമ്പനിയിലൊക്കെ സബ്സ്ക്രിപ്ഷൻ തരുന്നുണ്ട് ക്ലൗഡിൻ്റെ. സോ നമുക്ക് ക്വിക്കായിട്ട് അവർക്ക് ഔട്ട്പുട്ട് കൊടുക്കുകയാണ്. കാരണം മെഷീൻ മാത്രം വെച്ചുകൊണ്ട് ഒറ്റ കമ്പനിയിലും വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ AI ടൂൾ വെച്ച് ഇൻപുട്ട് നമ്മൾ ഹ്യൂമൻ തന്നെ കൊടുക്കണം ചില സമയങ്ങളിൽ. ചിലർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനും ഞാൻ കണ്ടുവരുന്ന വർക്ക് കൾച്ചറിൽ അങ്ങനെയാണ്. AI ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആക്കി വെക്കുന്നുണ്ട്. ക്ലൗഡ് വെച്ച് നമുക്ക് വിത്തിൻ 3 weeks man hours ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ വിത്തിൻ 1 week 3-4 hours ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എല്ലാവരും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വന്നുകൊണ്ട് ജോലി പറയാം അങ്ങനെയൊന്നുമില്ല, അതിൻ്റെ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ പൈത്തൺ ഫുൾ സ്റ്റാക്കിൻ്റെയാണ്. പൈത്തൺ ഇവിടെ ഇന്നാണ്. ഇപ്പോൾ പൈത്തണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൈത്തൺ ഇന്നാണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക. എനിക്കിപ്പോൾ വേക്കൻസി എവിടെ ഉള്ളതെന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. പൈത്തണിൽ ഉണ്ട്, പൈത്തൺ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ആരോടെയും ചോദിക്കാം. പൈത്തണിലുള്ള ആൾക്കാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ, കാരണം ഇപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാണ് പൈത്തൺ. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാനാ, പൈത്തൺ വിട്ടു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ പൈത്തൺ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. പിന്നെ ജാവയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ജാവ ഡെവലപ്പറിന് ഇപ്പോൾ ദുബായിൽ 16,000 dirhams. 16,000 dirhams എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 16 എനിക്കിങ്ങനെ കണക്ക് കൂട്ടണം, അബവ് 4 lakhs ഉണ്ട് പെർ മന്ത്. ഐ ക്യാൻ സേ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര സാലറി എന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് കുറേ ജോബിന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ ഇഷ്ടം എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നാണ്. കാരണം നമുക്കൊരു ഓവർവ്യൂ ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ ഫേമിനെ പറ്റിയിട്ട്. നമ്മുടെ ഫേമിൽ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു, അവർക്ക് എങ്ങനെയാണ് സാലറി റേഞ്ച് എന്നൊക്കെ നമുക്കറിയുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്. ജാവ ഡെവലപ്പറിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്, നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, ഗുഡ് ഏണിങ് ഓൾസോ. സോ നിങ്ങളിപ്പോൾ പൈത്തൺ ജാവ എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡോണ്ട് വെറി, ഐ തിങ്ക് 4 to 5 years ഓർ 3 to 4 years നിങ്ങൾക്ക് അബൌട്ട് 2 lakh 3 lakh അബോക്കെ ആയിട്ട് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ട് ദുബായ് ജോബ് നോക്കാൻ പറ്റുമോ, ഫ്രഷറിന് ജോബ് കിട്ടുമോ, പ്ലീസ് മെൻഷൻ ഏജ് ലിമിറ്റ് ആൻഡ് ഇയർ ഗ്യാപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ. ഇയർ ഗ്യാപ്പ് ഇപ്പോൾ നമ്മളൊരു ഡെലിവറിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറിയിൽ മെറ്റേണിറ്റി ഒന്നും എടുക്കാതെ ചില കമ്പനീസ് അങ്ങനെ പറയുന്നുണ്ട്, ഏത് കമ്പനി എന്ന് സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ചില കമ്പനീസിൽ റിസൈൻ ചെയ്തു, മീൻസ് അവർക്ക് ഇപ്പോൾ ഡെലിവറിയുടെ ടൈമിലുള്ള ലീവ് തരാൻ പറ്റില്ല, അവർക്ക് വർക്കിന് ആളെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ പറഞ്ഞുവിടാൻ ചാൻസസ് ഉണ്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിയർ ഗ്യാപ്പ് എന്തായാലും വരും. നമ്മൾ ബേബീനൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മൾ കുറേ ജോബ് അന്വേഷിച്ചിരുന്നു ഒന്നും കിട്ടാണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്തും കരിയർ ഗ്യാപ്പ് നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യുക, ആ ഗ്യാപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യുക, അങ്ങനെ അതൊരു കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കരിയർ ഗ്യാപ്പ് ഇവിടെ ഒരു ഇഷ്യൂ ആയിരിക്കില്ല. ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് ടോക്ക് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ ഗ്യാപ്പ് ഒന്നും ഒരു ഇഷ്യൂ അല്ല. ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് നോ. ഏജ് ലിമിറ്റഡ് ആയിട്ട് എങ്ങനെയാണ്, എത്ര ഏജ്, അതൊന്നും എനിക്ക് ക്ലിയർ ആക്കി തരും. എനിക്ക് ആക്ച്വലി ഇതെനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുള്ളൂ മിക്ക കമ്പനിയിലും. പക്ഷേ ഒരു 10 വർഷം നാട്ടിലെ എക്സ്പീരിയൻസ് ആയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള സാലറി, ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലുള്ള സാലറി ഇല്ലെങ്കിലും അത്യാവശ്യം സാലറി എനിക്കറിയാം. ഒരു ഗുജറാത്തിലെ ഒരു കുട്ടി, പെൺകുട്ടി കേട്ടോ, പെൺകുട്ടി അവിടെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏതിൽ? ജാവ ഫുൾ സ്റ്റാക്കാണ് ബാക്ക് ഉണ്ട്, എനിക്കറിയില്ല, അതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവൾക്ക് എത്ര 2 lakh അബവ് സാലറി, 2 lakh അല്ല 3 lakh, 3 lakh അബവ് സാലറി ഉണ്ട് ആ കുട്ടിക്ക്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പ്രൊമോഷനായി 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ അത് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡാണ്. നാട്ടിൽ ഇത്രയും എക്സ്പീരിയൻസ് ആണ്. ഈ 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യാത്തത്. ചില കമ്പനി കൺസിഡർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് എക്സ്പീരിയൻസിൻ്റെ കാര്യം. പിന്നെ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ കമൻറ്റ് ചെയ്യണേ. ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്. കാരണം ഇപ്പോൾ ഒരു 5 പാർട്ടിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കവർ ചെയ്ത് പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കില്ലേ കുറച്ച് പേര് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊക്കെ പറയണേ. കോഡിങ് എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. കോഡിങ് എനിക്ക് ആക്ച്വലി കോഡിങ് അറിയില്ലായിരുന്നു. പൈത്തൺ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചൊന്നുമില്ല. അതെനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോഴാണ് എനിക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഇതുള്ളൂ. പിന്നെ കോഡിങ് പഠിക്കാൻ കാരണം നമ്മൾക്ക് ഒരു ജോബ് കിട്ടിയാൽ സർവൈവ് ചെയ്യണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഭയങ്കര ആവശ്യമായിരുന്നു. കാരണം ഞാനാണ് ഒരാൾ 2022 അവിടെ എൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നുള്ള ഒരേ ഒരാൾ ഞാനായിരുന്നു. 5 പേരുണ്ട് ഞങ്ങൾ. അവർക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സർവൈവ് ചെയ്ത് പറ്റും, അങ്ങനെ പഠിച്ചതാണ്. സിറ്റുവേഷനൊക്കെ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നേ. എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ അത്. നമ്മൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മളത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും നമുക്കത് പഠിച്ച് ഇത് എടുക്കാൻ പറ്റും. എനിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു മൈൻഡ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എനിക്ക് പറ്റി നിങ്ങൾക്ക് പറ്റും. കാരണം എനിക്ക് എൻ്റെ സെൽഫിൽ ആദ്യമൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അയ്യോ ഇംഗ്ലീഷൊക്കെ എനിക്ക് ആകെ പ്രശ്നമായിരുന്നു. ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയില്ല. നമ്മൾ കേരളത്തിൽ പഠിച്ചുകൊണ്ടേ, ഞാൻ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം അങ്ങനെ സെറ്റായി. ഓക്കെ, എങ്ങനെയാണ് അവിടെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോബ് കിട്ടിയത്? ഇത് വീണ്ടും ഓക്കെ, ഞാൻ ഇതിലൊരു ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എനിക്ക് ഫസ്റ്റ് ജോബ് ലിങ്ക്ഡിൻ ത്രൂ ആണ് കിട്ടിയത്. കുറേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ജോബ്, ഇപ്പോൾ കയറിയിരിക്കുന്ന ജോബ് എനിക്ക് കിട്ടിയത് നൗക്കരി ഗൾഫിൽ നിന്നാണ്. ദേ ഹാവ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മളുടെ റിക്രൂട്ടർ ഇങ്ങോട്ട് ഇതാക്കും. നമ്മൾ CV ഒക്കെ അപ്ലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് എബിൻ എന്നാണ്, ഞാൻ അബി എന്നാണ് വിളിക്കുക. ചിലപ്പോൾ മിക്ക വീഡിയോസിലും ആ പേര് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അബി എൻ്റെ അടുത്ത് പറഞ്ഞു, ലിങ്ക്ഡിൻ വിട്, നീ നൗക്കരി നോക്ക്, നൗക്കരി എന്നാണ് കോൾസ് കുറച്ചും കൂടെ വരിക. ലിങ്ക്ഡിൻ ആണ് നല്ലത്, അങ്ങനെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊരു 2 weeks കണ്ടിന്യൂസ്ലി ഇരുന്ന് നോക്കി, കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നോക്കി. CV ഇങ്ങനെ മാറ്റി അതിൻ്റെ ഉള്ളിൽ കീവേഡ്സ് ആഡ് ചെയ്ത് അങ്ങനെ ഒരു ഫോൾഡറൊക്കെ ഉണ്ടാക്കി CV ഒക്കെ ആഡ് ചെയ്തതൊക്കെ അയച്ചിരിക്കുന്ന നോക്കി. അത് ഞാൻ അടുത്ത വീഡിയോ പറയാം, CVയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അയച്ചിട്ട് നൗക്കരി ഗൾഫിൽ നിന്ന് എനിക്ക് പറ കോൾ വന്നിട്ടുണ്ട്. മേ ബി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ കൺഫ്യൂഷനായി, ഏത് പോകണോ ഏത് എടുക്കണം. ഞാൻ ഐ തിങ്ക് എനിക്ക് 12 ഇൻ്റർവ്യൂ കോള് 2 weeksനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. 9 ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 5 കോളായിട്ടായിരുന്നു. സെക്കൻഡ് റൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ചിലത് കിട്ടി,
ചിലത് എന്തൊക്കെയോ അവർ ചോദിച്ചു പൊട്ടി. എന്നെ വിളിച്ചില്ല, അവർക്ക് എന്നെ വേണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്പീരിയൻസ് എനിക്കിത് കിട്ടണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന 4 കോൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ അവിടെ പോയി അറ്റൻഡ് ചെയ്തു. പിന്നെ അല്ലാതെ ചൂസ് ചെയ്ത് എനിക്ക് കരിയറിൽ കുറച്ചും കൂടെ അപ്പായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി മതി, അങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ കമ്പനി ചൂസ് ചെയ്തത്. സോഫ്റ്റ്വെയറിലൊക്കെ അങ്ങനെ കിട്ടും. എക്സ്പീരിയൻസ് ആയാൽ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ഫേമിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഈ കുട്ടികളുടെ അടുത്ത് പറയാനുള്ളത്. കാരണം IT കിട്ടാനൊക്കെ ഇച്ചിരി പാടാന്നൊക്കെ വിചാരിക്കും, പക്ഷെ നന്നായി വർക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ കിട്ടും. ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തായാലും കിട്ടും. ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം, എന്തായാലും കിട്ടും. ഹായ് സീസ്, ഗ്ലാഡ് ടു സീ യുവർ വീഡിയോസ്. താങ്ക് യു. ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് നല്ല നല്ല മെസ്സേജ് അയക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ഹാപ്പി ആക്കാറുണ്ട്. ഇങ്ങനെ ഓരോ മെസ്സേജ് കാണും, ഓ വാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അബിക്കൊക്കെ കാണിച്ചത് കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആക്കാറുണ്ട് കമൻസ്. ചില കമൻസ് ലാസ്റ്റ് കമൻറ്റിൽ ഇറച്ചിവെട്ടുകാരനോ സംതിങ് അവിടെ വേക്കൻസി ഉണ്ടോ ചോദിച്ചിട്ടുണ്ട്. എന്തിപ്പോൾ പറയുക, സീരിയസ് ആയിട്ട് ചോദിച്ചാൽ തമാശക്കാണോ ചോദിച്ചാൽ ആക്കി ചോദിച്ചാണോ എന്ന് എനിക്കറിയില്ല. ആ ചേട്ടൻ ഒന്ന് എനിക്ക് ക്ലിയർ ആക്കി തരണം. എനിക്ക് അതൊക്കെ കാണുമ്പോൾ ചിലവരും ചിരി വരാറുണ്ട്, ചിലർ ഇതൊന്നും ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഓക്കെ, ഐ എം പ്ലാനിങ് ടു ടേക്ക് BTech ആൻഡ് ഐ വാണ്ട് ടു ബിക്കം എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഗുഡ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അടുത്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പോകുന്ന ആളുടെ മെസ്സേജ് അയക്കുന്നു. ഗുഡ്, ഗ്രേറ്റ്ഫുൾ. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വുഡ് ഐ വാണ്ട് ടു ടേക്ക് എനി എക്സ്ട്രാ കോഴ്സ് ആഫ്റ്റർ BTech? എക്സാക്ട്ലി എടുക്കണം. എക്സാക്ട്ലി നിങ്ങളത് എടുത്തേ പറ്റൂ. അതിന് ചോദ്യമൊന്നുമില്ല. എടുത്താൽ മാത്രമേ നമ്മളുടെ പാത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എടുക്കണം. കോളേജ് പ്ലേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ എടുക്കണ്ടെന്ന് തോന്നുന്നു. BTech കഴിഞ്ഞ ഉടനെ. അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എടുത്താൽ മതി. എടുക്കണം, എന്തായാലും എടുക്കണം. എന്നാലല്ലേ നമുക്കറിയുള്ളൂ നമ്മൾ ഏതിലാണ് നിൽക്കേണ്ടതെന്ന്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അപ്രോക്സ് വാട്ട് വിൽ ബി സാലറി ഓഫ് ഫ്രഷർ ഇൻ ദിസ് ഫീൽഡ് ഇൻ കേരള? കേരള 15,000. അത് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, 15,000. അബ്രോഡിൽ മാക്സിമം ഒരു 3,000. ഇപ്പോഴത്തെ ഒരു ഇത് റേറ്റ് മാറിയല്ലോ, അതാണ് പ്രശ്നം. 3,000 ഒരു 75,000 എബവ് സാലറി മിനിമം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ച ഒരാളാണെങ്കിൽ വി വിൽ ഗെറ്റ് ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു എമൗണ്ട് എന്തായാലും കിട്ടും. അതാണ് ഈ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാറുള്ളത്. അതിന് മുകളിൽ കിട്ടുന്നവരുണ്ട് കേട്ടോ, 5,000 കയറുന്നവരുണ്ട്. നമ്മൾക്ക് ചൂസ് ചെയ്യുന്ന കമ്പനി പോലെ നമ്മൾ പറയാം, എനിക്ക് ഇത്ര കിട്ടിയ ആളാണ് ഇവിടെ സർവൈവ്. ഇൻ്റർവ്യൂയുടെ കാര്യം ഞാൻ പറയാം. ഇതെന്താണെന്ന് അറിയാം, മിക്സപ്പ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഈ ക്വസ്റ്റ്യൻ്റെ ഇന്ന് തീരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ അലറാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് പോകണമല്ലോ. ഞാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ല ഹെയർ ചെയ്തിട്ടില്ല, റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അലറ അടിച്ചാണ്, പെട്ടെന്ന് സ്റ്റോപ്പായി. ഓക്കെ, അപ്പോൾ എനിക്ക് തീർത്തേ പറ്റൂ ഈ വീഡിയോസ്. ഈ പാർട്ട് 2 ക്വസ്റ്റ്യൻസ് ഇന്നേക്ക് കവർ ചെയ്തേ പറ്റൂ. ചേച്ചി, ഐ എം ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞതാട്ടോ. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കരിയർ ഈസ് ഗുഡ് ഫോർ ഫ്യൂച്ചർ. എക്സാക്ട്ലി, ഫുൾ സ്റ്റാക്ക് അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ലാക്സ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇവിടെ നാട്ടിലത്തെ പണിയായിട്ട് ഞാൻ സ്ഥലം എപ്പോഴും നാട്ടിലത്തെ പണിയായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഉള്ളവർ പറയും അങ്ങനെ കൺവേർട്ട് ചെയ്യാനൊന്നും വേണ്ട, നമ്മൾ സാധനം മേടിക്കുമ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യും. സാധനം മേടിക്കുമ്പോൾ കൺവേർട്ട് ചെയ്യില്ല, അതായത് ഗ്രോസറി ഐറ്റംസ് ഒന്നും. പക്ഷേ സാലറി വരുമ്പോൾ ഞാൻ ജസ്റ്റ് കൺവേർട്ട് ചെയ്യും. ബിക്കോസ് നമുക്കൊരു സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ സ്വപ്നം കണ്ടിരുന്ന, ഞാനൊക്കെ സ്വപ്നം കാണുന്ന ഒരാളാണ്. ആ സമയത്ത് എനിക്കൊരു സമാധാനം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് എങ്ങനെയാണ് ദുബായിൽ കിട്ടുന്നത്? ലിങ്ക്ഡിൻ, നൗക്കറി, പിന്നെ ഇൻഡീഡ്, ഡുബിസെല്ലിൽ ഉണ്ട്. ബാക്കി ലാപ്പൊന്നും അറിയില്ല. ഇപ്പോൾ ക്ലോഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇൻഡീഡ് മേർജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി സ്കീവ് അയക്കാൻ പറ്റും. അത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഒരു ദിവസം എന്തായാലും കാണിക്കാം. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഐ ഹാവ് എ സ്കിൽ ഇൻ ബോത്ത് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ്. ക്യാൻ ഐ ഗെറ്റ്? സ്കില്ല് ഉണ്ടായെങ്കിൽ കിട്ടുന്ന ടോട്ടലേക്ക് പറയാൻ പറ്റില്ല. കോൺഫിഡൻസോട് കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി കിട്ടും. സ്കില്ലില്ലെങ്കിലും പിന്നെ സ്കില്ല് പഠിച്ചാൽ മതി. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. ഭയങ്കര കോൺഫിഡൻസാണ് എനിക്ക് ഇപ്പോഴത്തെ എല്ലാവരുടെ മുന്നത്തെ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ വേണം. കാരണം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവരൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്ക് ചോദിക്കും, അവർ സൊല്യൂഷൻസ് ചോദിക്കും, ഒരു കൊറി തന്നിട്ട് സിറ്റുവേഷൻ തന്നിട്ട്. അപ്പോൾ നമ്മളത് പറയേണ്ട വരും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അതിനിരിക്കല്ല കേട്ടോ, സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തേക്ക്. എനിക്ക് അമ്മ പറയാറുണ്ട്, എന്താ മൊയിൽ നടക്കുമ്പോൾ തലയിൽ ചക്ക വീണാതെ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ട് ചക്ക വീഴാതിരിക്കാമെന്നില്ല. അങ്ങനത്തെ ഒക്കെ പഴഞ്ചൊല്ലൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ട്. എൻ്റെ കാര്യം അങ്ങനെയാണ്. ഓക്കെ, നല്ല മാർക്കറ്റാണ് IT-ക്കുള്ളത്. കാരണം ഡെവലപ്പിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. AI വന്നുകൊണ്ട് ഇങ്ങനെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഹായ് ചേച്ചി, ഇഫ് യു ക്യാൻ ഗെറ്റ് BTech CS ഫീൽഡിൽ എന്താ നല്ലത്? BTech-ൽ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ എടുത്തുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് പറയുള്ളൂ. സിവിലൊക്കെ എടുത്ത വെയിലത്ത് കണ്ടുവരുന്നതാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. ഇതൊക്കെ ഒരു കാരണമാണോ ഗൈസ്? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ. എനിക്ക് സിവിൽ വേണമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. പിന്നെ ഞാൻ BTech എടുത്തു. BTech കമ്പ്യൂട്ടർ സയൻസ് എടുത്തു.
അതിന് എയുടെ വീഡിയോ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് വീക്ക് അങ്ങോട്ട് കമ്പനിയിൽ ഡെമോ ഉണ്ടായിരുന്നു ക്ലോഡിൻ്റെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇവിടെ എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നതാണ്. മിക്കവർക്കും ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒക്കെ പേജസ് ഉണ്ട്. സോ അവർക്ക് എന്തായാലും ഡിജിറ്റൽ മാർക്കറ്റ് പഠിച്ച ആൾക്കാർ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആവശ്യമുണ്ട്. നിങ്ങളത് നോക്കുക. അലീന സത്യം പറയാൽ ഇത്രയും മോട്ടിവേറ്റ് എനിക്ക് മോട്ടിവേറ്റനല്ല, ഞാൻ കേട്ടിട്ട് മോട്ടിവേറ്റ് ഒന്നും പറയല്ല. എൻ്റെ അനിയത്തിയൊക്കെ വന്നതിൽ കമൻ്റ് ഇടും. ഓക്കെ ഹാർഡ് വർക്ക് എന്നെ ഇതാക്കിയിട്ടില്ല കേട്ടോ പറഞ്ഞേക്കുന്നത്. ഓക്കെ എനിക്ക് നല്ലൊരിത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാവൻഡർ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ പഠിക്കാത്ത ആൾക്ക് പെട്ടെന്ന് തീർക്കണം 8:11. സോഫ്റ്റ്വെയർ പഠിക്കാത്ത ആൾക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ പറ്റും, സോഫ്റ്റ്വെയർ ഫീൽഡിൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ ലാസ്റ്റ് കമ്പനിയിൽ ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് വന്നിരുന്നിട്ടുണ്ടായിരുന്നു IT-യുടെ സപ്പോർട്ടിൽ. സോ അതാണ് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് തന്നെ പറയാം. നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറയും, ഞാൻ തെറ്റ് പറ്റാത്ത ഒരാളൊന്നുമല്ല. തെറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ മാറ്റി എനിക്ക് സജഷൻസ് ഒക്കെ തരണം കേട്ടോ. അപ്പോൾ പാർട്ട് 2 എല്ലാ കമൻസിനുള്ള ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സുഖവിവരങ്ങളും അല്ല കേട്ടോ, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ ബൈ സി.